ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഈ പറയുന്ന സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോ പ്രോഡക്റ്റിന് വില കൂട്ടിയിരിക്കുന്നു, കൊമേഴ്ഷ്യൽ സിലിണ്ടറിന് വില കൂട്ടിയിരിക്കുന്നു. കൊമേഴ്ഷ്യൽ സിലിണ്ടർ അദ്ദേഹം പറഞ്ഞത് നേരത്തെ പറഞ്ഞ മാതിരി ഡൊമസ്റ്റിക് സിലിണ്ടറിന് ഒരു കാശ് കൂട്ടിയിട്ട് കൊമേഴ്ഷ്യലിന് കുറച്ചാൽ മതി. ഈവൻ യു എയിൽ പോലും ഈ പറയുന്ന കൊമേഴ്ഷ്യൽ സിലിണ്ടേഴ്സിന് വില കൂട്ടി വെക്കുകയും ഡൊമസ്റ്റിക് സിലിണ്ടർ കൺസ്യൂമേഴ്സിന് വില കുറച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. പെട്രോളിന് വില കൂട്ടണതും കുറയ്ക്കണതും ഓക്കെ, പക്ഷെ ഇതിന്റെ അകത്ത് ഈ എത്തനോൾ മിക്സിംഗ് എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടല്ലോ, ഒക്ടൈന്റെ എല്ലാം. ഇപ്പൊ നമ്മൾ എത്ര പുതിയ വണ്ടി മേടിച്ചാലും ഇപ്പത്തെ വണ്ടികൾക്ക് ഇതിനെ സപ്പോർട്ട് ആവണനുസരിച്ചുള്ള സിസ്റ്റമാണ്. ഇപ്പൊ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, കാർബറേറ്റർ ഒക്കെ തന്നെ അടിച്ചു പോയിക്കൊണ്ടിരിക്കുക. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സഹോദരൻ പറഞ്ഞത്. അതായത് എത്തനോൾ 20% പെട്രോളിൽ ചേർക്കുന്നതുകൊണ്ട് പെട്രോൾ വണ്ടികൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് അത് മാത്രമല്ല, സർക്കാരിന് അതിൽ നിന്ന് കിട്ടുന്ന 65 രൂപയുള്ളൂ എത്തനോളിന്. പെട്രോളിന് എത്ര രൂപ? 114 രൂപ. അപ്പൊ അതിൽ നിന്നും കൂടി അവർ ലാഭം അടിക്കുകയാണ്. അത് മാത്രമല്ല, ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ വണ്ടികൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിയം കാറുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു, ബൈക്കുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു. ഇതാരും ശ്രദ്ധിക്കാതെ പോകുകയാണ്. ഇതെന്താ ഇതിന് പിന്നില്? ഗതാഗത മന്ത്രിയുടെ മകൻ നടത്തുന്ന കമ്പനിയെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ്, നിതിൻ ഗഡ്കരിയെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ഗവൺമെന്റ്. അല്ലാതെ രാജ്യത്തെ ജനങ്ങളെ ആധികാരികമായിട്ട് പറയണ